വെൽക്കം ബാക്ക് ടു സലം ലേണിംഗ്. മകളെ, സാധാരണ നമ്മൾ വാട്ട്സ് ഇൻ യുവർ ബാഗ് എന്ന് പറഞ്ഞിട്ട് സെലിബ്രിറ്റീസിന്റെ ഒക്കെ ബാഗ് ചെക്ക് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അതുപോലെ വാട്ട്സ് ഇൻ യുവർ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് ആണ്. നമ്മളിതാ ഈ ഒരു വർഷം പഠിക്കാൻ പോകുന്ന നമ്മുടെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൽ ചാപ്റ്റേഴ്സ് എന്തൊക്കെയാണ്, അതിൽ യൂണിറ്റ്സ് ഏതൊക്കെയാണ് എന്ന് നമുക്ക് അറിഞ്ഞിരിക്കണ്ടേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ അതാണടാ. അപ്പോൾ എന്ത് ചെയ്യുക, 5ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് അറിയുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ ക്ലാസ്മേറ്റ്സിനും ഒക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിനു മുന്നേ ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്തണ്ടേ. എൻ്റെ പേര് അഭിരാമി എന്നാണ്, നിങ്ങൾക്ക് അഭിമിസ് എന്ന് വിളിക്കാം. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. വാട്ട്സ് ഇൻ യുവർ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക്. മക്കളെ, നമുക്ക് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൽ ഈ വർഷം പഠിക്കാനുള്ളത് 5 യൂണിറ്റുകളാണ്. 5 യൂണിറ്റുകൾ എന്ന് പറയുമ്പോൾ 5 ചാപ്റ്റേഴ്സ് അല്ല. എന്താണ് ഡിഫറൻസ് എന്ന് വെച്ചാൽ ഓരോ യൂണിറ്റിലും നമുക്കൊരു 3 ചാപ്റ്റേഴ്സ് എങ്കിലും വെച്ച് പഠിക്കാനുണ്ടാവും. ഓക്കെ, 3 ചാപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും, ആദ്യത്തെ യൂണിറ്റിന്റെ പേര് വാംത്ത് ഓഫ് ലവ് എന്നാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു യൂണിറ്റിൽ നമ്മളിതാ ഫ്രണ്ട്സിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ അച്ഛനമ്മമാരായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ലവ് ഇല്ലേ, നേച്ചറായിട്ടുള്ള ആ ഒരു ലവ്, ആ ഒരു സ്നേഹം, ആ ഒരു കണക്ഷൻ, അതുപോലത്തെ ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത്. പിന്നെ നമുക്ക് വിങ്സ് ഓഫ് ഡ്രീംസ് എന്ന് പറയുന്ന ഈ ഒരു യൂണിറ്റ് പഠിക്കാനുണ്ട്. അതിൽ നമുക്ക് ഇതുപോലെ തന്നെ 2-3 ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. 3ാമത്തെ യൂണിറ്റിന്റെ പേര് ടെൻഡർ ഷൂട്ട്സ് എന്നാണ്. ഇതിൽ നമുക്ക് 2-3 ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പാർട്ട് 1 ടെക്സ്റ്റ് ബുക്ക്. ഫസ്റ്റ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പാർട്ട് 1 പഠിക്കാനുള്ള ഇത്രയാണ്. ഇനി പാർട്ട് 2 നമുക്കിതാ 2 യൂണിറ്റുകളാണ് പഠിക്കാനുള്ളത്. 4th യൂണിറ്റിന്റെ പേര് നോക്കിക്കേടാ, ദ ഹീലിംഗ് ടച്ച്. ഓക്കെ, ഹീലിംഗ് ടച്ച് എന്നാണ് നമ്മുടെ യൂണിറ്റിന്റെ പേര്. 5th ആണ് റൂറൽ വൈബ്സ്. അപ്പോൾ ഇത്രയും യൂണിറ്റുകളാണ് മക്കളെ നമ്മളിതാ ഇംഗ്ലീഷ് ആ ഒരു ടെക്സ്റ്റ് ബുക്കിലുള്ളത്. ഇനി നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് വാംത്ത് ഓഫ് ലവ് ആണ് അല്ലേ. ഈ യൂണിറ്റ് ആയിരിക്കും നമ്മുടെ ഓണ എക്സാമിന് ഉണ്ടാവുക. അപ്പോൾ ഇതിലുള്ള 3 ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോണത്. അപ്പോൾ ഇതിലുള്ള 3 ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കണ്ടേ. സോ ഫസ്റ്റ് യൂണിറ്റ് ആണ് വാംത്ത് ഓഫ് ലവ്. അപ്പോൾ വാംത്ത് ഓഫ് ലവ് തുടങ്ങുമ്പോൾ തന്നെ റോബർട്ട് ഫ്രോസ്റ്റിന്റെ കുറച്ച് വേർഡ്സ് ഒക്കെ പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. എർത്ത് ഈസ് ദ റൈറ്റ് പ്ലേസ് ഓഫ് ലവ് അല്ലേ. സ്നേഹിക്കാനല്ലേ, സ്നേഹിക്കപ്പെടാനായിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് മിസ് പറഞ്ഞു ഈ ഒരു യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് 3 ചാപ്റ്റേഴ്സ് ആണ്. ഫസ്റ്റ് ചാപ്റ്റർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥയാണ് കേട്ടോ. ദ കിസ്സിംഗ് ഹാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെക്കൂണിന്റെ കഥയാണ്. ഓക്കെ, റെക്കൂൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ആനിമൽ ആണ് അല്ലേ. അപ്പോൾ ആ ഒരു ആനിമലിന് നമ്മൾ ഹ്യൂമൻ ക്വാളിറ്റീസ് ഒക്കെ കൊടുത്തിട്ട് നമ്മൾ രാവിലെ എണീറ്റ് സ്കൂളിൽ പോകുന്നത് പോലെ ഈ റെക്കൂണ് സ്കൂളിൽ പോകാനുള്ള മടി, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ദ കിസ്സിംഗ് ഹാൻഡ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അടിപൊളി സ്റ്റോറിയാണ് കേട്ടോ. ഇനി അത് പഠിച്ചതിന് ശേഷം നമുക്കൊരു കുട്ടി പോമുണ്ട്, നമ്മുടെ ഫ്രണ്ട്ഷിപ്പ്. നമുക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ടാവും അല്ലേ. അപ്പോൾ പുതിയ സ്കൂളിലേക്ക് പോയാലും പുതിയ ക്ലാസ്സിലേക്ക് പോയാലും നമ്മുടെ പഴയ ഫ്രണ്ട്സ് ഉണ്ടാവും, പുതിയ ഫ്രണ്ട്സ് ഉണ്ടാവും. നമുക്ക് എല്ലാ കാര്യത്തിലും നമ്മുടെ കൂടെ നിൽക്കുന്ന കട്ട ചങ്സ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് എങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു അടിപൊളി പോമാണ് ഫ്രണ്ട് എന്ന് പറയുന്ന പോം. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ. ഈ ഒരു ചാപ്റ്ററും കൂടെ ഈ യൂണിറ്റിലുണ്ട് കേട്ടോ. ദ ഡോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളിതാ ബാലരമ ഒക്കെ വായിക്കുമ്പോൾ അല്ലെങ്കിൽ കളിക്കുടുക്കൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് പിക്ചേഴ്സ് ഒക്കെ വെച്ചിട്ട് സ്റ്റോറി പറയുന്ന രീതി. അതുപോലെ വെസ്റ്റി എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ഒരു കഥയാണ് നമുക്ക് നല്ല ഇമേജസ് ഒക്കെ വെച്ചിട്ട് സ്റ്റോറി പോലെ നമുക്ക് പിക്ചേഴ്സ് ഒക്കെ വെച്ചിട്ട് കണ്ട് പഠിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചാപ്റ്ററാണ് ദ ഡോട്ട് എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ ഈ 3 ചാപ്റ്ററാണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് വാംത്ത് ഓഫ് ലവിലുള്ളത്. അപ്പോൾ പ്രധാനമായിട്ട് നമ്മുടെ ഓൺ എക്സാമിന് ഉണ്ടാവുന്നതും ഈ ഒരു യൂണിറ്റ് ആണ്. ചിലപ്പോൾ നമ്മുടെ സെക്കൻഡ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററും കൂടി ഉണ്ടാവും. എന്നാൽ ഇത്രയായിരിക്കും നമ്മുടെ ഓൺ എക്സാം വരെ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ എന്താണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ, ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലുള്ളതെന്ന് അടിപൊളിയായിട്ട് മനസ്സിലായി. ബാക്കി നമുക്ക് വഴിയെ നമുക്ക് പഠിക്കാം. അപ്പോൾ നമുക്ക് ഇന്നും 7:30 ആകുമ്പോൾ നമ്മുടെ സൈലത്തിൻ്റെ നമുക്ക് ക്ലാസ്സസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ വീഡിയോസും അതുപോലെ തന്നെ ഇതൊന്നും മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. ആൻഡ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ആയിട്ട് നോക്കി ഇനിയും കാണാം. അതുവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.